നിരാശാജനകമായ ഒരു നയപ്രഖ്യാപനത്തിൻ്റെ ഭാവമാണ് ഇന്ന് ഗവർണർ ഇവിടെ നടത്തിയത്. ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാരിന് വേണ്ടി മുൻ വർഷങ്ങളിൽ നടത്തിയ നയപ്രഖ്യാപനത്തിൻ്റെ ഒരു തനി ആവർത്തനം. പുതുതായി ഒന്നുമില്ല, ഒരു പുതുമയില്ല. നിരാശാജനകമായ പ്രതികരണമാണ് ഭരണമുന്നണിയിൽ പോലും ഉണ്ടായത്. സാധാരണ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ കുറെയെങ്കിലും കൈയടിക്കാൻ ഭരണമുന്നണിക്ക് അവസരം കിട്ടാറുണ്ട്. ഇതുപോലെ നിശബ്ദതയോടെ ഇരിക്കേണ്ടി വന്ന ഒരു ഗതികേട് ഭരണമുന്നണിക്ക് പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഗവർണറെ കൊണ്ട് സർക്കാർ നടത്തിച്ച നയപ്രഖ്യാപനം തീർത്തും നിരാശാജനകമാണ് എന്ന് സഭയിൽ തന്നെ പ്രതിഫലിച്ചതിന്റെ തെളിവാണ്. ഈ കേരളം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് കേരളത്തെ കരകയറ്റാൻ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന നയപ്രഖ്യാപനമായിട്ട് പോലും കാര്യമായി ഒന്നും ഗവൺമെന്റിന് പറയാനില്ല എന്ന് ഒരു ജനങ്ങളുടെ മുൻപിൽ ഇനി ക്ഷേമവും പുരോഗതിയും ഒന്നും പറയാൻ സർക്കാരിനില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് നയപ്രഖ്യാപനം. ഇത്രയും നിരാശാജനകമായ നയപ്രഖ്യാപനം ഇടതുപക്ഷ മുന്നണി കൊണ്ടുവന്നത് കേരള ജനതയുടെ അവരുടെ വാഗ്ദാന ലംഘനങ്ങളുടെ വാക്കുപാലിക്കാൻ പറ്റാതെ പോയതിന്റെ ഏറ്റുപറച്ചിലായിട്ട് മാത്രമേ കാണാൻ കഴിയൂ.